മനുഷ്യനല്ല അഖിലീസ്. അഖിലീസ് ഈസ് ഹാഫ് ഗോഡ്. പിന്നീട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സൗഹൃദത്തിൽ നിന്ന് എപ്പോഴും പ്രണയത്തിലേക്ക് വഴുതി മാറുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അഖിലീസ് ഈസ് വെരി റൂഡ് ടു എവ്രിബഡി എക്സെപ്റ്റ് ഫോർ പാട്രോക്ലസ്. പാട്രോക്ലസ് അല്ലാതെ വേറെ ആരെന്ത് സംസാരിക്കാൻ വന്നപ്പോഴും അഖിലീസിന് ഇഷ്ടമല്ല. ആൻഡ് ഹീസ് ഒരു സ്റ്റെപ്പ് പോലും തെറ്റായിട്ട് വെക്കാത്തൊരു വോറിയർ എന്നാണ് പറയുക. അവൻ എപ്പോഴെങ്കിലും സൗമ്യമായി സംസാരിക്കുന്നത് പാട്രോക്ലസിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പം അവരുടെ ഒരു സംസാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ മിത്തുകളൊക്കെ റീടെല് ചെയ്യുന്ന സമയത്ത് എഴുത്തുകാർ കടന്നു പോകുന്ന ഒത്തിരി പ്രശ്നം പിടിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, മിത്തിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ അത് പല രീതിയിൽ തിരിച്ചു വന്ന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം യു നീഡ് ടു ബി ഓണസ്റ്റ് വെൻ യു ആർ റീടെല്ലിങ് എ മിത്ത് എന്ന് പറയാറുണ്ട്. ഒറിജിനൽ സ്റ്റോറിയിൽ നിന്ന് അധികം മാറ്റങ്ങൾ വരുത്താതെ, എന്നാൽ ആ മിത്തിൻ്റെ ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ട്രാൻഡോ എടുത്തിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പം മാഡ്ലിൻ മില്ലർ ചെയ്തതിൻ്റെ അകത്ത് ഒറിജിനലുമായിട്ട് അത്ര വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഇറ്റ്സ് ഡിബേറ്റബിൾ എന്ന് പറയുന്ന ഒത്തിരി ഒപ്പീനിയൻസ് അതിലുണ്ട്. പക്ഷേ അതിലൊരു 3 വരികളുണ്ട്. ഞാനത് ഇതിനു മുമ്പ് തന്നോട് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചറിൽ വെച്ച് അതായത് ഒറിജിനൽ ഒഡീസിയിൽ നിന്നോ ഇലിയഡിൽ നിന്നോ എടുത്തിരിക്കുന്ന ഒരു റീടെല്ലിംഗ് ആണ്. ഒറിജിനൽ ഒഡീസിയസും ഇലിയഡും ഒക്കെ എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അപ്പോൾ ആ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു മിത്തിൻ്റെ റീടെല്ലിങ്ങിൽ വന്നിരിക്കാവുന്ന വരികളിൽ വെച്ച് ഏറ്റവും മനോഹരമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന 1-2 വരികളുണ്ട് അതിൽ. അപ്പം പാട്രോക്ലസ് അഖിലീസിനെ പറ്റി പറയുന്നതാണ്. ആ വരി ഒന്ന് കേട്ട് നോക്കാം. Had she really thought I would not know him? I could recognize him by touch alone, by smell. I would know him blind, by the way his breath came and his feet struck the earth. I would know him in the death, at the end of the world.